അക്ഷരങ്ങളാൽ വിസ്മയം തീർത്ത 2 പകലുകൾ. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു മഅദിൻ അന്താരാഷ്ട്ര കാലിഗ്രഫിയുടെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളും. തുർക്കി, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഇന്ത്യ, ഇറാഖ്, ഇറാൻ, ഈജിപ്ത് തുടങ്ങിയ ഒട്ടനവധി വിദേശ രാഷ്ട്രങ്ങളിലെ പ്രശസ്ത കാലിഗ്രഫർമാരുടെ വർക്കുകൾ ഷോക്കേസ് ചെയ്തുകൊണ്ടുള്ള 2 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി എക്സിബിഷൻ. നമുക്ക് മഅദിൻ കാലിഗ്രഫി എക്സിബിഷൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. എക്സ്പോ വേദിയിൽ ധാരാളം ആളുകൾ നമ്മളുടെ വർക്കുകൾ കാണുന്ന തിരക്കിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പോ? അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചായിരുന്നു എക്സ്പോ നടന്നിട്ടുള്ളത്? ഇത്തരമൊരു എക്സ്പോയുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരോടായിട്ട് ചോദിച്ചു നോക്കാം. എക്സ്പോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം, അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന്. അടിപൊളിയായിരുന്നു. മെയിൻലി ഈ ഒരു ട്രഡീഷണൽ കാലിഗ്രഫീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പോ ആണ് ഇവിടെ. മീൻസ് എല്ലാ വർക്കുകളുണ്ടെങ്കിലും കൂടുതലും ഇവിടെ വന്നത് ട്രഡീഷണൽ കാലിഗ്രഫിയാണ്. സോ ആ രൂപത്തിൽ നല്ല രൂപത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കും ഇവിടെ വന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ല രീതിയിലുള്ള ഒരു എക്സിബിഷനാണ്. കൂടാതെ വിദേശികളുടെ വർക്ക് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം, ഇതെല്ലാം വലിയ സന്തോഷം കാണാൻ പറ്റിയതിൽ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാലിഗ്രാഫികൾ കൂടുതൽ ആളുകളെ അതിലേക്ക് എത്തിക്കാനും ഈ കാലിഗ്രാഫിയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ബ്യൂട്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇതിനോട് സാധിക്കുന്ന പ്രതീക്ഷയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പലപ്പോഴും വിദേശത്തുള്ള പല കാലിഗ്രാഫിസ്റ്റിനെയൊക്കെ ഫോളോ ചെയ്യുമ്പോഴും അതൊക്കെ നമ്മുടെ മുന്നിൽ കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്നതാണ്. അത് മഅദിൻ അവസരമൊരുക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ ഒരുപാട് പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ടാണ് ഈ ഒരു പരിപാടി കാണാൻ പറ്റുന്നത്. അവർക്കൊക്കെ ഒരു അവസരം നൽകി എന്നുള്ളത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഈ ഒരു രൂപത്തിൽ കാലിഗ്രഫിക്ക് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതൊരുപാട് പിള്ളേർക്ക് മോട്ടിവേഷനാവും. ഒരു കലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് കലകൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ചാൻസാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് മഅദിൻ കാലിഗ്രഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആർട്ട് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള അൻഫസ് വണ്ടൂർ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ ഒരു എക്സ്പോനെ പറ്റിയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും. സർ, ഈ ഇത്തരം ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്ത് ഏകദേശം അത് തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ മഅദിനിൽ തന്നെ 2020 ഇതേ ഒരു ഫെബ്രുവരി സമയത്ത് ഫസ്റ്റ് കാലിഗ്രാഫി എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വച്ചിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് വർക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് എല്ലാ ആളുകളുടെയും വർക്കുകൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ഹാൻഡ് മെയ്ഡായ പല ക്രാഫ്റ്റ് പോലത്തെ വർക്കുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യം പ്രോഗ്രാം വെച്ചതിൽ അത്തരം കാര്യങ്ങളില്ല, എല്ലാവരുടെയും വർക്കുകളില്ല, സെലക്റ്റീവ് വർക്കുകളാണ്. അപ്പോൾ നമ്മളോട് ഇപ്രാവശ്യം വന്ന ആളുകൾ ചോദിക്കുന്നത് ഇവിടെ ഉള്ള വർക്കുകളൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്, ചെയ്തൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഒരു മാസ്റ്ററിൻ്റെ അണ്ടറിൽ പഠിച്ച് അവരുടെ സമ്മതപ്രകാരം എഴുതിയ കാര്യങ്ങളൊക്കെ വർക്കുകളാണ്. അതേപോലെ തുർക്കിയിൽ നിന്ന്, UAE, അതുപോലെ ഇറാൻ, ഇറാഖ്, അത്തരം അറബ് കൺട്രീസിൽ നിന്ന് അല്ലാത്ത പല രാജ്യത്തു നിന്നുള്ള അവിടുത്തെ ഏറ്റവും മികച്ച കാലിഗ്രാഫേഴ്സായ ആളുകളുടെ വർക്കുകളൊക്കെ നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി നമ്മളിതിൻ്റെ കൂടെ ആയിട്ട് ഉണ്ടല്ലോ. ഒരു കാലിഗ്രഫി ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കാലിഗ്രഫി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനു മുമ്പും കാലിഗ്രാഫിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രോപ്പർ കാലിഗ്രാഫിക്കും വേണ്ടിയിട്ട് മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ അവൈലബിൾ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ ഉദ്ദേശം ട്രഡീഷണൽ ആയ അറബിക് കാലിഗ്രാഫി, അതുപോലെ ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, അത്തരം എല്ലാ കാലിഗ്രാഫിയുടെയും ഒരു മാസ്റ്ററിൻ്റെ അണ്ടറിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു ആ ഒരു പാരമ്പര്യം കൊണ്ടുപോകുക എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിപ്പിക്കുന്നത്. ദൃശ്യവിസ്മയത്തിൻ്റെ ഈ നയന മനോഹാരിത കണ്ണിനേറെ കുളിർമയേകി ഏറെ സന്തോഷത്തിലാണ് ഇവിടെ നിന്ന ഓരോ അതിഥികളും
ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഇത്തരം ഓരോ കാലിഗ്രഫി വർക്കുകളുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ സന്തോഷം ഏറ്റവും കൂടുതൽ ഇരട്ടിക്കുന്നത്. മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള കാലിഗ്രഫി വർക്കുകൾ. ഇനിയും ഇത്തരം ഒരുപാട് എക്സ്പോകൾ മഅദിൻ ആർട്ട് സെൻറ്ററിന് കീഴിലുണ്ടാവുമെന്നും മഅദിൻ്റെ അധികൃതർ നമ്മളോട് അറിയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും മഅദിൻ അക്കാദമിക്ക് കീഴിൽ ഇനിയും ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ തന്നെ ഈ അക്ഷരങ്ങളുടെ മായിക ലോകത്തു നിന്നും തൽക്കാലം വിടവാങ്ങുകയാണ്. മഅദിൻ കാലിഗ്രഫി എക്സ്പോ ഹാളിൽ നിന്നും ടീം മഅദിൻ അപ്ഡേറ്റ്സ്.